ഡോക്ടർ രൺധീർ കൃഷ്ണന്റെ രചനയിൽ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഓസ്ലർ എന്ന സിനിമ കണ്ടിറങ്ങിയ എന്നിലെ പ്രേക്ഷകന് മനസ്സിൽ തോന്നിയത് ഇതാണ്. സൈക്കോളജിക്കൽ മെഡിക്കൽ ക്രൈം ത്രില്ലർ എന്ന വിശേഷണത്തിൽ ഇറങ്ങിയ ഈ സിനിമ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് കളിക്കപ്പുറത്തേക്ക് ഒരുപാട് മനുഷ്യരെ കാണിച്ചിരുന്നു. ഉള്ളിൽ തകർന്നില്ലാതായ ഇന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ. പക്ഷെ സാർ, മാസം കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് പുറം ലോകമായ ആകെയുള്ള ബന്ധം. ഇതിലെ ഇരയും വേട്ടക്കാരനും ഉള്ളിൽ തകർന്നു പോയവരാണ്. അതിലൊരാൾ പ്രതികാരത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റേയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ ബോധ്യപ്പെടുത്താനായി ഈ കടത്തിലേക്ക് ഇറങ്ങുന്നു. അയാളാണ് ജയറാം അവതരിപ്പിക്കുന്ന ഓസ്ലർ. മലയാളി പ്രേക്ഷകർ ഇന്നുവരെ കണ്ടു പരിചയമില്ലാത്ത ഒരു ജയറാം. അർത്ഥശൂന്യമായ ഒരു ഉത്തരത്തിനായി നിരന്തരം കാത്തിരിക്കുന്ന ഒരാൾ, ഉള്ളിൽ തകർന്നു പോയൊരു മനുഷ്യൻ, ഉറക്കം എന്നത് സ്വപ്നം കാണുന്ന ഒരാൾ, ഇല്ലാത്ത കാഴ്ചകൾ പെട്ടുഴലുന്ന ഒരു മനുഷ്യൻ. ഇത്രയും ലെയറുകളെ തൻ്റെ ബോഡി ലാംഗ്വേജ് കൊണ്ടും ഡയലോഗ് ഡെലിവറിയിലെ താളം കൊണ്ടും ജയറാം എന്ന നടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അയാളുടെ പ്രകടനത്തിന് നമ്മളറിയാതെ കൈയടിക്കും. അയാളുടെ ഉറക്കച്ചടവുള്ള കണ്ണുകളിൽ വേട്ടക്കാരനെ തേടിയുള്ള യാത്രയിൽ പ്രേക്ഷകനും കൂടെ പോകും. പതിയെ അയാളിലെ ഹാലുസിനേഷൻ കാഴ്ചകൾ മറയുന്നതും അയാൾ അബ്രഹാം ഓസ്ലർ എന്ന തൻ്റെ എഫിഷ്യൻ്റ് ഡൈവേർഷനിലേക്ക് മാറുന്നതും നാം അറിയും. ജഗദീഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ നോക്കി ഓസ്ലർ പറയുന്നൊരു ഡയലോഗുണ്ട്: ഹീ ഈസ് എ ഡെഡ് മാൻ വാക്കിംഗ്. അയാളെ എങ്ങനെയാണ് ഭയപ്പെടുത്താൻ കഴിയുകയെന്ന് ആ കഥാപാത്രത്തിൻ്റെ കൃത്യമായ രേഖപ്പെടുത്തലാണ് ആ ഡയലോഗ്. ജഗദീഷ് എന്ന നടൻ്റെ ശക്തമായ പ്രകടനമായിരുന്നു സേവി എന്ന കഥാപാത്രം. ഒരു നിമിഷം പോലും ആ ക്യാരക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് തെന്നിപ്പോകാതെ അത് അയാൾ അവതരിപ്പിച്ചു. ചിത്രം കണ്ടിറങ്ങുന്ന ഒരാൾക്കും സേവിയെ മറക്കാൻ കഴിയില്ല. ഭയപ്പെടുത്താൻ കഴിയാത്തൊരു മനുഷ്യൻ. രണ്ടാം പകുതിയിൽ അത്ര സമയം കണ്ടുകൊണ്ടിരുന്നിരുന്ന സിനിമയുടെ വേഗതയെ, ആവേശത്തെ രണ്ടിരട്ടിയാക്കുന്ന 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഡെവിലിഷ് എൻട്രി ഉണ്ട്. തൻ്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ഒരാൾ മുഴുവൻ കാഴ്ചക്കാരെയും തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു മാജിക്. അതുവരെ നടന്നതും ഇനി നടക്കാൻ പോകുന്നതും മറന്ന് ജനം ആ ഒരു 10 സെക്കൻഡിലേക്ക് ഒതുങ്ങിപ്പോയൊരു ഇൻട്രോ. ഇതുവരെ കണ്ട ക്രൈം ത്രില്ലറുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവമാണ് ഓസ്ലർ. കഥയെ അവസാനിച്ചിട്ടും കഥാപാത്രങ്ങളെ പ്രേക്ഷകരുടെ മനസ്സിൽ ബാക്കിയാക്കുന്ന സിനിമ അബ്രഹാം ഓസ്ലർ. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്.